കൈപ്പക്ക, ഇത് കുമ്പളക്കായ, ഇത് തക്കാളി, ഇത് മൊത്തം കയ്പ്പക്കയുടെ തൈയാണ്. കയ്പ്പക്ക, ഇത് കോവക്ക ഇങ്ങനെ കയ്പ്പക്ക ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നടുവിൽ കയ്പ്പക്കര വള്ളി പടർത്തറിഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഉരുളക്കിഴങ്ങ്. ഞാൻ പരീക്ഷിച്ച് നോക്കുന്നതാണ് ഉരുളക്കിഴങ്ങാണോന്ന്. 6 മാസം 5 മാസത്തിനുള്ളിൽ വിളവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. യൂട്യൂബിൽ കണ്ടതാണ്. പിന്നെ ഇത് ഒരു കയ്പ്പക്ക തൈയാണ്. ഇത് പച്ച വെണ്ടക്കാണ്. ഇതിൽ വെണ്ടക്കയാണ്. ഇന്നലെ പറിച്ചു. ഇന്നലെ ഇന്നെല്ലാം വെണ്ടക്ക കറിയാണ്. തക്കാളിയിൽ പൂ പിടിച്ചിട്ടുണ്ട്. തക്കാളി ഇതൊന്ന് ഇവിടെ തക്കാളി പിന്നെ കുറച്ച് പൂവെല്ലാം പിടിച്ചിട്ടുണ്ട്. തക്കാളിക്ക് സ്ഥലം കുറവാണ്. പിന്നെ ഇവിടെയെല്ലാം പയറത്ര വന്നിട്ട. കുറച്ച് ഒരു നേരം വറവാക്കാൻ കിട്ടീനി. ഇതെല്ലാം കൊള്ളിയാണ്. പിന്നെ ഇത് നമ്മളെ സുന്ദരിയായ വഴുതിരിങ്ങ എവിടെയുണ്ട്? 2 എണ്ണമുണ്ട്. പിന്നെ വേറെ കണ്ടില്ല. എവിടെയെന്ന് എന്താ വാടിയിട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ 2 എണ്ണം. ഇതിലെന്താ ഇവിടെയുണ്ട്. എന്താ വാടിയിട്ട് പോകുന്നതെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ 2 എണ്ണമുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് ചെറുതുണ്ട്. ഇവിടെ 2 എണ്ണമുണ്ട്. ഇവിടെ 2 എണ്ണമുണ്ട്. ഇവിടെ ഒന്നുണ്ട്. ഇതിൽ ഞാൻ വിത്ത് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാനുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇത് കവറാണ്. ഈ പച്ചക്കറിയെല്ലാം നടേണ്ട കവറ് ഇവിടെ താഴെ വെട്ടിയെടുക്കുക. ഫാമിലി സ്റ്റോറിൽ നിന്ന് കിട്ടും. പിന്നെ തരക്കാരി പച്ചക്കറിയെല്ലാം നടുന്ന കവറ് പല സൈസിലുണ്ട്. 10 രൂപ തൊട്ട് എത്ര രൂപ വേണമെങ്കിൽ വലിയനെല്ലാം വലിയ പൈസ ആയിരിക്കും. ഞാൻ 10 രൂപ 60 രൂപക്ക് 6 എണ്ണം വാങ്ങിയതാണ്. അതിൽ 3 എണ്ണം നട്ടു. ഇനി 3 എണ്ണം നാളെ. ഒരേ പ്രാവശ്യം നടാൻ എനിക്ക് പറ്റിയില്ല. അമ്മ അവിടെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഫാമിലി സ്റ്റോറിൽ ഈ പച്ചക്കറി നടുന്ന കവറുണ്ട്. അപ്പോൾ പച്ചക്കറി കവർ എല്ലാവരും വാങ്ങിയിട്ട് ഉള്ള സ്ഥലത്തിൽ അവരവർക്ക് വേണ്ടുന്ന പച്ചക്കറി നട്ടാൽ നമുക്ക് വിഷാംശങ്ങളുള്ള പച്ചക്കറിയേക്കാളും തിന്നാൻ എന്തൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നട്ട് വിളവെടുത്ത് കഴിക്കുമ്പോൾ ഉള്ള രുചി വേറെ തന്നെയാണ്. അതിന് വലിയ മെനക്കെടണമൊന്നുമില്ല.
ഒരിത്തിരി ഒരു സമയം കിട്ടുമ്പോൾ 1/4 മണിക്കൂറോ അരമണിക്കൂറോ ആയിട്ട് കിട്ടിയാൽ മതി. പിന്നെ അത് കുറച്ച് വലുതാവുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിട്ട് കൊടുക്കണം. ഞാൻ വെള്ളമൊന്നും ഇട്ട് കൊടുക്കലില്ല. ഞാൻ ഈ വേസ്റ്റ് ഉണ്ടാകുന്നില്ല നമുക്ക് ചോറായാലും കറി വെക്കുന്ന പച്ചക്കറി മുറിച്ചത്, പഴത്തിൻ്റെ തൊലി, ഇതെല്ലാം ഞാൻ ഈ തെങ്ങിൻ്റെ മരട്ടിട്ടിട്ട് മണ്ണിടും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് വളമാവും. അപ്പോൾ ആ മണ്ണോട് കൂടിയിട്ട് എല്ലായിടത്തും ഇട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ വളം. ഞാൻ പിന്നെ പൈസ കൊടുത്തിട്ടൊന്നും വളം വാങ്ങാറില്ല. എന്നാലും നമുക്ക് എനിക്കും നമുക്ക് കറി വെക്കേണ്ടത് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഒരു 10 എൻ്റെ ഫ്രണ്ടിനും കൊടുത്തിന്. വെണ്ടക്ക, പയർ കൊടുക്കാനുണ്ടായിട്ടാ. പയറിത് ഞാൻ കുറച്ച് പറിച്ചിന്, ഒരു പ്രാവശ്യം കറി വെച്ചിന്. ഇനി ഇതിനെ നല്ല നോക്കിയിട്ടാണ് ഇത് പന്തലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഹോട്ടലിലത്തെ പണിക്കാർ കുറേ ആളെല്ലാം വരുന്നത്, അവരെ വിറകെല്ലാം കണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെല്ലാം എന്തോ കൊണ്ടുപോകുമ്പോഴേക്ക് വീണിട്ടുണ്ടാവും. പിന്നെ ഞാൻ പയറിനെ ശ്രദ്ധിച്ചിട്ടാണ്. കുട്ടികളെ കളിപ്പാട്ടല്ല. ഞാൻ താഴെയാണ്, എൻ്റെ പച്ചക്കറിത്തോട്ടം താഴെയാണ്. ഇതിപ്പോൾ താഴെ വന്ന് പച്ചക്കറിത്തോട്ടത്തിലെല്ലാം വെള്ളം ഒഴിച്ച് കുറച്ചെല്ലാം നടാനുള്ളതെല്ലാം നട്ടു. മുളച്ചത് കുറച്ചുണ്ടായി. കുമ്പളക്കായ് പിന്നെ കയ്പക്കയെല്ലാം നട്ടു. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് 1ാമത്തെ നില കഴിഞ്ഞു. ഇത് 2ാമത്തെ നിലയാണ്. ഈ 3ാമത്തെ നിലയിലേക്ക് പോകുന്നതാണ്. അമ്മ പുറത്തിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മയുടെ വഴക്ക് കേൾക്കേണ്ടി വരും. 10 മിനിറ്റിൽ പോയിട്ട് വരുന്നെന്ന് പറഞ്ഞത് ഞാൻ അമ്മേൻ്റെ അടുത്ത്. അങ്ങനെ അമ്മ അവിടെ ഇരുന്നിട്ടുണ്ട്. 3ാമത്തെ നിലയിലെത്തി. ഒത്തിരി പണിയുണ്ട്. കടയിൽ പോകണമെന്ന് വിചാരിച്ചു. ആശ്രമത്തിൻ്റെ ബോർഡ് അതിന് ഇതെടുത്തിട്ട് സ്റ്റാൻഡെല്ലാം ഉണ്ട് ഇവിടെ. താഴെ നിന്ന് പഴയത് സ്റ്റാൻഡ് തന്നത്. അതിനെൻ്റെ പരസ്യം അവിടെ കൊടുക്കണം, സമയം കിട്ടിയിട്ടാണ്. അപ്പോൾ അമ്മക്ക് ചായ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. അമ്മതവിടെ ഇരുന്നിട്ട് അമ്മ നിന്ന് വഴക്ക് പറഞ്ഞിട്ടാ. അമ്മ കൂട്ടുപ്പുളകും കഷായം, കൊത്തമ്പാരി ജീരകവും വറുത്ത് പൊടിച്ച് തിളപ്പിച്ച വെള്ളത്തിൽ പൊടിയിട്ട് കുറച്ചൊരു നുള്ളി പാൽ പൊട്ടിച്ച് കൊടുക്കുന്നു. അമ്മ എല്ലാം കഴിച്ചിട്ട്. അമ്മ ഒരു ഹായ് പറയാം. അമ്മ ഒരു ഹായ് പറയും. ഒരു ഹായ് പറയും. അമ്മ ഇന്ന് നല്ല അനുസരണയുള്ള കുട്ടിയായി. അമ്മ പറഞ്ഞ പോലെ സുന്ദരി അമ്മയാണ്. അമ്മ നിങ്ങൾ സുന്ദരിയാണ്. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും സുഖമാണല്ലോ, നിങ്ങൾക്ക് സുഖമാണ്. പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറ്റുന്നില്ല. കർണാടകയിലെ പറയാം. നാളെ കർണാടകയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അതെല്ലാം നാളെ പറഞ്ഞു തരാം. ഓക്കെ, ബൈ ബൈ.